എല്ലാ ഭക്തജനങ്ങൾക്കും കതിർമേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി അവിടെ വെച്ച് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഈ വിവാഹപരമായ ഉള്ള തടസ്സങ്ങൾ നമുക്ക് പല രീതിയിലുള്ള പല പൂജകളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ഫലപ്രദമാകുന്ന ഒരു കാര്യമാണ് നമുക്കിത് വിഷു ദിവസം ചെയ്യാം. വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസം നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി നമുക്ക് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, വിവാഹ തടസ്സം നേരിടുന്ന വ്യക്തികൾ, അതായത് 30 വയസ്സിന് ശേഷം ആലോചനകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഈ ആലോചനകൾ ശരിക്കും നടക്കുന്നില്ല. അപ്പോൾ എന്താണ് ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ വിവാഹം നടക്കാൻ വേണ്ടി 10,000, 30,000, 50,000 രൂപയുടെ പൂജകൾ വരെയാണ് ഓരോ ഭക്തജനങ്ങളും മക്കൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും തിരുമേനിമാരെയും കണ്ട് കാശ് കളയുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ വിവാഹം നടക്കാൻ വേണ്ടി അത്രയും വലിയ പൂജകളും കാര്യങ്ങളൊന്നും ചെയ്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2,000 ഇല്ലെങ്കിൽ 3,000-ന് മേളിൽ പൂജകൾ നമ്മൾ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ ദോഷം ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു വഴിപാട് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സ്വയംവര മന്ത്ര അർച്ചന. സ്വയംവരം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് വേണ്ടി മാത്രമല്ല, ജോലിയിലെ തടസ്സങ്ങൾക്ക് ഉണ്ടാകും, വിവാഹ തടസ്സങ്ങളും മാറിക്കിട്ട് കോമണായിട്ട് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യുന്നതാണ്. അപ്പോൾ ചില ആൾക്കാരുടെ ഗ്രഹനിലയിൽ സ്വയംവരം ചെയ്താൽ ആ ഒരു കാര്യം കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അത്രയും പുഷ്പാഞ്ജലി നടത്തിയത് വേസ്റ്റായി പോയില്ലേ. പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. മക്കളുടെ കാര്യമായതുകൊണ്ട് ഓരോരുത്തർ പറയുന്നത് ഇപ്പം നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞ് ശരിയാകുമ്പോഴത്തേക്ക് അവരത് വിശ്വസിച്ച് ചെയ്തു പോകും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആരെയും പറ്റിക്കാൻ പാടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ഇപ്പം ഞാൻ ഒരാളെ പറ്റിക്കുകയാണെങ്കിൽ എന്നെ പറ്റിക്കാൻ 100 പേര് കാണും. അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. മിക്ക ആൾക്കാരും പൈസ മേടിച്ചിട്ട് വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. ഒത്തിരി അമ്മമാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, തിരുമേനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കോള് കാണുമ്പം തിരിച്ച് വിളിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്ത് കൊടുക്കുമെങ്കിൽ അതിനൊരു ഉത്തരവാദിത്തം നമ്മൾ കാണിക്കണം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒത്തിരി പൈസകളൊക്കെ മേടിച്ചിട്ട് ചില തിരുമേനിമാരുടെ ഇല്ലങ്ങളൊക്കെ ക്ഷയിച്ച് പോകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. കാരണം ഭക്തജനങ്ങളിൽ നിന്ന് ഒത്തിരി ഓവറായിട്ട് പൈസ മേടിച്ചിട്ട് അവർ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, അവരുടെ കാര്യം നടത്തി കൊടുക്കത്തില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ പൈസ തിരുമേനി പറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഒരു പ്രാക്ക് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. തിരുമേനി കാരണം എൻ്റെ മോൻ്റെ കല്യാണം നടന്നല്ലോ, ആ തിരുമേനിക്ക് നല്ലത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് എനിക്കായിരിക്കും അല്ലേ. അയ്യോ തിരുമേനി എൻ്റെ കയ്യിൽ നിന്ന് 30,000 രൂപ പറ്റിച്ചുകൊണ്ട് പോയി, അവരെ എല്ലാ ദിവസവും പറയുമ്പോൾ അതെനിക്ക് ദോഷമുണ്ടാകും. പക്ഷേ പൈസ മേടിക്കുന്നവരാരും ഈ ഒരു കാര്യം ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിപാടുകളൊക്കെ കഴിവതും ലളിതമായ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഒത്തിരി പൈസയുള്ള വഴിപാടുകളൊന്നും ആരും ചെയ്യരുത്. നമ്മുടെ സാമ്പത്തികം കൂടെ നോക്കണം. ചിലപ്പോൾ ഒരു വീട്ടിലെ ഒരു ഗ്രഹനാഥന് 20,000 രൂപ ആയിരിക്കും സാലറി ഉള്ളത്. ആ 20,000 രൂപ എല്ലാ കാര്യങ്ങളും ഒതുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-15 രൂപയുടെ പൂജ പറയുവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അമ്പലത്തിൽ പോകുന്നതിന് പൈസയുണ്ട്, ഇല്ലെങ്കിൽ സ്വയംവര അർച്ചന 30-40 രൂപ, ഓട്ടോയ്ക്ക് പോകുന്നതിന് ഓട്ടോ ചാർജ്, തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണം. കാല് വയ്യാത്ത അമ്മമാരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയ്ക്ക് എങ്ങനെ വന്നാലും ഒരു ദിവസം 500 രൂപ പോകും. അപ്പോൾ ആഴ്ചയിലാകുമ്പോൾ എത്ര രൂപ പോയി? നമ്മുടെ മക്കൾ തിരിച്ചു വയ്ക്കും. അമ്മ ഈ കണ്ട അമ്പലന്മാർക്കും ജ്യോത്സ്യന്മാർക്കും തിരുമേനിമാർക്കും ഒക്കെ പൈസ കൊണ്ട് കൊടുത്തിട്ട് അവർ നന്നാകാന്നല്ലാതെ എൻ്റെ കല്യാണം ഇതുവരെ നടന്നെന്ന് മക്കൾ തിരിച്ച് ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറുപടി ഉണ്ടാകത്തില്ല പറയാൻ, അല്ലേ? അതൊരു ശരിയായ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ രീതിയിൽ നമ്മൾ ചെറിയ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ ഇതാണ്: ഒരു മഞ്ഞപ്പട്ട് എടുക്കുക. മഞ്ഞപ്പട്ടിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള 101 രൂപ ചില്ലറ പൈസ ആയിരിക്കണം. അപ്പോൾ വിവാഹ തടസ്സമുള്ളവർ ഒരു മഞ്ഞപ്പട്ട് മേടിക്കുക. അതായത് ഗുരുമഞ്ഞ എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടും, അത് മേടിക്കരുത്. ശ്രീകൃഷ്ണ മഞ്ഞ എന്ന് പറഞ്ഞൊരു മഞ്ഞ കിട്ടും. ശ്രീനാരായണ ഗുരുവിന് ഉടുപ്പിക്കുന്ന മഞ്ഞ വേറൊരു മഞ്ഞയാണ്. അതല്ല, ശ്രീകൃഷ്ണ മഞ്ഞ എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഭഗവാന്റെ മഞ്ഞ നിറത്തിലുള്ള പട്ട് അറിയാലോ, ആ പട്ട് മേടിച്ചിട്ട് എന്തിനാ, മുറിക്കൊന്നും വേണ്ട. അപ്പോൾ ആ 1 മീറ്ററോ അല്ലെങ്കിൽ 1/2 മീറ്ററോ നിങ്ങളുടെ യുക്തി പോലെ കിട്ടും. അത് നമ്മൾ എന്താ പറയുക, മിക്ക കടകളിലൊക്കെ കിട്ടും. ഇവിടെ ആലപ്പുഴയിലാണെങ്കിൽ ശ്രീ ഭാരതി എന്ന് പറഞ്ഞ മുല്ലക്കമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കടയുണ്ട്. അവിടെ ദേവന്മാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. അതേപോലെ തന്നെ കോട്ടയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ പൂജാക്കടയിലൊക്കെ കിട്ടും. മിക്ക കടകളിലും ഈ പറയുന്ന മഞ്ഞപ്പട്ട് കിട്ടുന്നതായിരിക്കും. ആ മഞ്ഞപ്പട്ട് മേടിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 5 രൂപയോ 1 രൂപയോ ആകാതെ 2 രൂപ ആകരുത്. അപ്പം 101 രൂപ, ഇല്ലെങ്കിൽ 5 തന്നെ 1 രൂപ ആയാലും കുഴപ്പമൊന്നുമില്ല.
ഇത് എല്ലാം കൂടെ കിഴി കെട്ടിയിട്ട് വിവാഹ തടസ്സം നേരിടുന്ന വ്യക്തി ഭഗവാന്റെ മുന്നിൽ പോയിട്ട്, ഭഗവാനെ എനിക്ക് ഇത്ര വയസ്സായി ഇതുവരെ വിവാഹ കാര്യങ്ങൾ നടക്കുന്നില്ല, വഴിപാട് ചെയ്ത് മടുത്തു, ഭഗവാനെ എനിക്കൊരു പരിഹാരം ചെയ്ത് എനിക്കൊരു പരിഹാരമാക്കി എൻ്റെ വിവാഹ തടസ്സങ്ങൾ നീക്കി ഇനി അങ്ങോട്ട് ആലോചിക്കുന്ന കുട്ടി എനിക്ക് അനുകൂലമാക്കി തരണം, ഇല്ലെങ്കിൽ എൻ്റെ വിവാഹ തടസ്സം മാറി ഇത്ര സമയത്തുള്ള എൻ്റെ വിവാഹ തടസ്സം നീക്കി തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ ഒരു വിശ്വാസവും കാര്യങ്ങളും. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ വലത്തുനിന്ന് 7 തവണ ഈ നാണയക്കിഴി ഒഴിയുക. എന്നിട്ട് ഭഗവാന്റെ ക്ഷേത്രത്തിലെ 3 പ്രദക്ഷിണമോ 11 പ്രദക്ഷിണമോ വലത്തിട്ട് കിഴി ഭഗവാന് സമർപ്പിക്കുക. അപ്പോൾ ഇത് സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ വേണമെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണമെങ്കിൽ ഭഗവാന് നിവേദ്യമോ ഇല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപ്പായസമോ ഭഗവാന് സെപ്പറേറ്റായിട്ട് ഉടയാടയോ മാലയോ അത് നിങ്ങളുടെ സാമ്പത്തികം പോലെ ചെയ്ത് നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. ഈ ഒരു കാര്യം നമ്മൾ വ്യാഴാഴ്ച ദിവസം ഇല്ലെങ്കിൽ വിഷുവിൻ്റെ അന്നോ വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ അധികം വിവാഹ തടസ്സം മാറിക്കിട്ടും. അതായത് നമ്മുടെ ഗ്രഹനിലയിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. ഈ വ്യാഴം ബലവാനായി വരുമ്പം ഈശ്വര അനുഗ്രഹം കൊണ്ടും അപ്പം മറ്റ് ഗ്രഹങ്ങൾക്കും കൂടെ ബലം ഉണ്ടാകും. വ്യാഴത്തെ പ്രീതിപ്പെടുത്തിയാൽ വിവാഹ തടസ്സം മാത്രമല്ല ജോലിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും, സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് തീർച്ചയായിട്ടും നടന്നു കിട്ടും. അതുകൊണ്ടാണ് ഭക്തജനങ്ങളോട് ഞാൻ പറയുന്നത് വ്യാഴാഴ്ചയോ ഇല്ലെങ്കിൽ വിഷുവിൻ്റെ അന്ന് ഈ ഒരു കാര്യം ചെയ്യുക. വിഷുവിൻ്റെ ഒക്കെ അന്ന് തിരക്കാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, ഇല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന വഴിപാടുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യുക. മഞ്ഞപ്പട്ട് മതി, മഞ്ഞപ്പട്ടിനകത്ത് ചില്ലറ തലക്കൊഴിഞ്ഞ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാർക്കൊരു ഡൗട്ട് ഉണ്ടാകും, മക്കൾ വിദേശത്താണ്, അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ചെയ്താൽ മതി എന്ന് ചോദിക്കുന്നവർക്ക് അവർ ചെയ്യുക, അച്ഛനും അമ്മയോ ആരെങ്കിലും ചെയ്യുക. മക്കൾ വരുന്ന സമയത്ത് മക്കളെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ മറപ്പിക്കരുത്. ഗുരുവായൂർ വേണമെങ്കിൽ ഗുരുവായൂർ ചെയ്യാം, ഭക്തജനങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോയി ഈ ഒരു കാര്യം ചെയ്യാം. വിദേശത്തൊക്കെ മക്കളാണെങ്കിൽ അച്ഛനമ്മമാർ ചെയ്താൽ മതി, മക്കൾ പിന്നീട് വരുന്ന ഈ സമയത്ത് അവരെ കൊണ്ട് രണ്ടാമത് ചെയ്യിപ്പിക്കാം. എന്തായാലും നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ ഭഗവാൻ കൈക്കൊള്ളും. ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വിവാഹ തടസ്സമായി നേരിടുന്ന ഭക്തജനങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ഏത് വിവാഹത്തിനാണ്, ഏത് ഗ്രഹമാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്, ആ ഒരു ഗ്രഹത്തിന് പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവാഹ കാര്യങ്ങൾ ആലോചനകൾ വരത്തുള്ളൂ. ഇഷ്ടമുള്ളൊരു ദക്ഷിണ അയച്ചു തന്നാൽ മതി. അതിനുള്ള കാര്യം മിക്കവരും ദക്ഷിണ എത്രയാണെന്ന് ചോദിച്ച് മെസ്സേജ് വിടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ, അത് 1 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു മനസ്സാണ് അല്ലേ. നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കും കൂടെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കണം. മിക്ക ആൾക്കാരും സാധാരണക്കാരാണ്, പൈസ ഇല്ലാത്തവരാണ്. അവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി തരുന്നത് നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. ചിലപ്പം മക്കൾക്ക് ഫീസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും അത് ചിലപ്പം നമുക്ക് അയച്ചു തരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒത്തിരി കണ്ണീരിൻ്റെയൊക്കെ വിലയുണ്ടാകും. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.